ഹലോ ഗായ്സ്, വെൽക്കം ടു ഇംഗ്ലീഷ് ഇൻ മിനിറ്റ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ ചാപ്റ്റർ ഷഹീൻ മിസ്ട്രിയുടെ ദീദി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ആദ്യം തന്നെ നമുക്ക് ആരാണ് ഈ ഷഹീൻ മിസ്ട്രി എന്ന് നോക്കാം. ഷഹീൻ മിസ്ട്രി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ പ്രവർത്തകയുമായിരുന്നു. പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുക എന്നതായിരുന്നു അവളുടെ പ്രധാന ലക്ഷ്യം. കുട്ടിക്കാലം മുതൽ ഇന്ത്യയിലും വിദേശത്തുമായി വളർന്ന അവൾ ദരിദ്ര കുട്ടികളുടെ ജീവിത സാഹചര്യങ്ങൾ നേരിട്ട് കണ്ടതോടെയാണ് ഈ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് പോവുകയാണെങ്കിൽ, ഈ പാഠഭാഗം ഷഹീൻ മിസ്ത്രി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ യഥാർത്ഥ ജീവിതകഥയാണ്. ചെറുപ്പം മുതൽ തന്നെ തന്റെ ജീവിതത്തിന് ഒരർത്ഥവും ലക്ഷ്യവും അവൾ തേടിയിരുന്നു. ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ താമസിക്കുമ്പോൾ അവൾ സന്ദർശിച്ച ഒരു അനാഥാലയം അവളുടെ മനസ്സിൽ വലിയ സ്വാധീനം ചെലുത്തി. അവൾ അവിടെ കണ്ട കുട്ടികൾ, കരയുന്നവർ, ചിരിക്കുന്നവർ, നിശബ്ദരായവർ എല്ലാവരും അവളുടെ ജീവിതത്തെ ആഴത്തിൽ ചിന്തിപ്പിച്ചു. സുഖസൗകര്യങ്ങളുള്ള ജീവിതം നയിച്ചിട്ടും എല്ലാ കുട്ടികൾക്കും ഒരേപോലെ അവസരങ്ങളില്ല എന്നുള്ള സത്യം അവൾ തിരിച്ചറിഞ്ഞു. ഇന്ത്യയിലെ വേനൽ അവധിക്കാലത്ത് അന്ധകർക്കുള്ള സ്കൂളുകളിലും അനാഥർക്കുള്ള സന്നദ്ധ സേവനം ചെലുത്തുന്നതിലൂടെ സമൂഹത്തിലെ അസമത്വങ്ങൾ അവൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കി. 1989 ഒരു വേനൽക്കാലത്ത് മുംബൈയിലെ ഒരു ട്രാഫിക് സിഗ്നലിൽ കണ്ട ചില ദരിദ്ര കുട്ടികളാണ് അവളുടെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാക്കിയത്. ആ നിമിഷത്തിൽ ഇന്ത്യയിൽ തുടരുകയാണെങ്കിൽ തന്റെ ജീവിതത്തിൽ കൂടുതൽ അർത്ഥമുണ്ടാകുമെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അമേരിക്കയിലെ ക്രമീകരിച്ച സർവകലാശാല ജീവിതത്തിനേക്കാൾ ഇന്ത്യയിലെ കുട്ടികൾക്കായി പ്രവർത്തിക്കുന്നതാണ് തന്റെ യഥാർത്ഥ ജീവിത ലക്ഷ്യമെന്ന് അവൾ വിശ്വസിച്ചു. മാതാപിതാക്കളുടെ സമ്മതത്തോടെ അവൾ മുംബൈയിൽ തന്നെ പഠനം തുടരാൻ ആരംഭിച്ചു. പ്രവേശനം അടച്ചുപൂട്ടിയിരുന്നിട്ടും അവൾ സെന്റ് സേവിയേഴ്സ് കോളേജിൽ പ്രവേശനം നേടി. അവിടെ ക്ലാസ് മുറിക്കോ പുറത്തുള്ള ജീവിത അനുഭവങ്ങളിലൂടെയാണ് അവൾ കൂടുതൽ പഠിച്ചത്. ചേരി പ്രദേശങ്ങളിൽ സന്ദർശിച്ച് അവിടുത്തെ കുട്ടികളുടെയും കുടുംബങ്ങളുടെയും ജീവിത സാഹചര്യങ്ങൾ അവൾ അടുത്തറിയാൻ തുടങ്ങി. ചേരി പ്രദേശത്തെ ഒരു ചെറിയ വീട്ടിൽ കുറച്ച് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടാണ് അവൾ അവളുടെ പ്രവർത്തനം ആരംഭിച്ചത്. കുട്ടികൾ അവളെ സ്നേഹത്തോടെ ദീദി എന്ന് വിളിച്ചു. ഇതാണ് പിന്നീട് ആകാംക്ഷ എന്ന വിദ്യാഭ്യാസ സംരംഭമായി വളർന്നത്. ഇന്ത്യയിൽ അധ്യാപകരും ഇടങ്ങളും ധനസഹായങ്ങളും ഉണ്ടെന്ന് വിശ്വസിച്ച അവൾ അവിടെ ഒരുമിപ്പിക്കുകയാണ് ചെയ്തത്. പല സ്കൂളുകളിലും സഹായിക്കാൻ തയ്യാറായതിനു ശേഷം ഒടുവിൽ ഒരു സ്കൂൾ അവൾക്ക് ക്ലാസ് മുറി ഒരുക്കി. 1991 ഔദ്യോഗികമായി ആരംഭിച്ച ആകാംക്ഷ പിന്നീട് ആയിരക്കണക്കിന് കുട്ടികൾക്ക് വിദ്യാഭ്യാസവും ആത്മവിശ്വാസവും മൂല്യവും നൽകി. ചേരി പ്രദേശങ്ങളിലെ കുട്ടികൾ ജീവിതത്തിൽ പ്രതീക്ഷയും മാറ്റവും സൃഷ്ടിക്കാൻ ആകാംക്ഷയ്ക്ക് കഴിഞ്ഞു.